ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു മത്തി മുറിച്ചിനാക്കിയാലോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച മത്തിയിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, ഇത് മൂന്നും ചേർത്തതിന് ശേഷം പുളി നമ്മൾ പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലാണ് ഞാൻ പുളി പുതിർത്തിയിട്ടുണ്ടായിരുന്നത്. അത് കൈകൊണ്ട് നന്നായി പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ വെള്ളം നമുക്ക് ഈ മത്തിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. മീനിൻ്റെ ഉള്ളിൽ വര വെച്ച കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ മസാല പിടിക്കുന്നെങ്കിൽ നമ്മൾ കൈകൊണ്ട് തന്നെ മാക്സിമം നല്ല രീതിയിൽ അത് കുഴച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാകും. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉള്ളി, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ഇല്ല കേട്ടോ, ഇതൊക്കെ കഴുകി വൃത്തിയാക്കി മുറിച്ച് വയ്ക്കാം. അപ്പോൾ ചൂടായ ചട്ടിയിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ തക്കാളി, ഉള്ളിയും പച്ചമുളകൊക്കെ നമുക്ക് അതിലോട്ട് ഇട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഒരല്പം ഉപ്പ് ചേർത്താൽ മതി നാരോ പറഞ്ഞ് കേട്ടതുകൊണ്ട് ഞാൻ അതുപോലെ ചേർക്കുന്നുണ്ട്. നിങ്ങൾ ചേർക്കുന്നത് സൂക്ഷിക്കണം കേട്ടോ, ഞാൻ മീനിലും നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വാട്ടി ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഏകദേശം നമ്മൾ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ട് 2 പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതാ മിക്സീൻ്റെ ജാറിലോട്ട് മാറ്റുകയാണ്. അപ്പം 2 തവണ ഒന്ന് ക്രഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. പുള്ളി ചേർത്തുകൊണ്ടാണ് ഈ ഒരു കളറ്. തക്കാളി മാത്രം മിക്സിയിൽ അടിച്ചിട്ടും ചേർക്കാം. അപ്പോൾ കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മത്തി മസാലയും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു അല്ലി കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി നമുക്ക് ഒരു 10 മിനിറ്റത്തേക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കറിയുടെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഒരല്പം പച്ച വെളിച്ചെണ്ണയും ചേർത്ത് ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കറി സൂപ്പറായി. അതിനിടയിൽ ഞാൻ ഉപ്പുണ്ടോ നോക്കിയായിരുന്നു, ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മത്തിക്കറി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കില്ലേ കൂട്ടുകാരെ. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.